ദിൻ അൽ ഹദ്ദാദ് ഹമാസിന്റെ സൈനിക നേതാവായി ചുമതലയേൽക്കുമെന്നാണ് സൂചന. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലവനായ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നീക്കം. ഗാസയിലെ ഹമാസിന്റെ നേതൃത്വത്തിൽ അവശേഷിക്കുന്ന ഏറ്റവും മുതിർന്ന കമാൻഡറാണ് അൽ ഹദ്ദാദ്. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. ഇസ്രായേൽ വകവരുത്തിയ മുഹമ്മദ് സിൻവാറിന് പകരം ഒരു തലവനെ കണ്ടെത്തിയിരിക്കുന്നു ഹമാസ്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഹമാസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ഇനി ആര്, ഹമാസിന്റെ തലവനായി ഇനി ആര് എന്നുള്ളത്. ഒപ്പം തന്നെ ഈ അൽ ഹദ്ദാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന്, അതായത് ആദ്യം ഹമാസ് ഇസ്രായേലിന് നൽകിയ തിരിച്ചടി, അതിനുള്ള സൂത്രധാരൻ എന്നുകൂടിയാണ് ഈ ഹദ്ദാദിനെ അറിയപ്പെടുന്നത്. അതിന് പിന്നിലൊക്കെ ഹദ്ദാദിന്റെ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയുള്ള ഏറ്റവും ശക്തനായ ഹമാസിന്റെ നേതാവ് തന്നെയാണ് ഇപ്പോൾ പുതിയ തലവനായി എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷത്തിലായിരുന്നു യഹിയ സിൻവാർ കൊല്ലപ്പെട്ടത്. അതിനുശേഷം പുതിയ നേതാവായി യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ രംഗത്ത് വന്നു, നേതാവായി ഉയർത്തെഴുന്നേറ്റു. പക്ഷേ അതിനൊക്കെ ശേഷം പിന്നീടും ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നു. അങ്ങനെ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിരുന്നു. ഈ അൽ ഹദ്ദാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1987 മുതൽ തന്നെ ഈ സൈനിക മേധാവിയായി ഉയർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ സൈനിക വിഭാഗമായ അൽഗസാം ബ്രിഗേഡിൽ മാത്രമല്ല മറ്റ് വിഭാഗങ്ങളിൽ കൂടി വിംഗ് കമാൻഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്, ബറ്റാലിയൻ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മുഹമ്മദ് ഷബാൻ എന്ന ഒരു നേതാവിന്റെ, അതായത് റാഫ ബ്രിഗേഡിന്റെ നേതാവായിരുന്നു മുഹമ്മദ് ഷബാൻ. ഷബാന്റെ പേരാണ് കൂടുതലായി കേട്ടപ്പെട്ടിരുന്നത്. അതായത് യഹിയ സിൻവാറിന്റെയും മുഹമ്മദ് സിൻവാറിന്റെയും ഒക്കെ ശേഷം മുഹമ്മദ് ഷബാൻ ആയിരിക്കും ഹമാസിന്റെ പുതിയ തലവൻ എന്നാണ് പ്രവചനമുണ്ടായിരുന്നത്. പക്ഷേ ഷബാൻ കൂടി കഴിഞ്ഞ വ്യോമാക്രമണത്തിൽ, ഇസ്രായേലിന്റെ കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതോടെയാണ് പിന്നീട് ആര് എന്ന ചോദ്യം കൂടുതലായി ഉയർന്നതും ഈ അൽ ഹദ്ദാദ് വരുന്നതും. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് പല തവണ അൽ ഹദ്ദാദിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 2008 മുതൽ അൽ ഹദ്ദാദിന്റെ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. 2008-ലും 2012-ലും 2021-ലും 2023-ലും അടക്കം ഇസ്രായേൽ അൽ ഹദ്ദാദിന്റെ വസതിക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിദഗ്ധമായിരുന്നു അൽ ഹദ്ദാദ് രക്ഷപ്പെട്ടത്. മറ്റൊരു കാര്യം, ഈ അൽ ഹദ്ദാദിനെ സംബന്ധിച്ച് ഈ നീക്കങ്ങൾ, അതായത് ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങൾ, തിരിച്ചടികൾ, ഇതിനൊക്കെ പിന്നിലുള്ള ഈ ഹമാസ് എപ്പോഴൊക്കെ ഇസ്രായേലിന് നേരെ തിരിച്ചടിച്ചിട്ടുണ്ടോ അതിനൊക്കെ പിന്നിൽ അൽ ഹദ്ദാദിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അൽ ഹദ്ദാദിന്റെ വിലയിരുത്തലുകളും മറ്റ് നീക്കങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ശക്തനായ ഹമാസിന്റെ നേതാവ് തന്നെയാണ് ഇപ്പോൾ പുതിയ തലവനായി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.